രാധേ കൃഷ്ണ. കഥാമൃതത്തിൽ നിന്ന് ലളിത ഭാഗവതം 10-ാം ഭാഗം. ശ്രീ ശുഗമഹർഷി പിന്നീട് പരീക്ഷിത് രാജാവിന് ഉത്താനപാദ രാജാവിൻ്റെ ജ്യേഷ്ഠനായ പ്രിയവ്രതന്റെ ചരിത്രം പറഞ്ഞുകൊടുത്തു. പ്രിയവ്രതൻ വലിയ ഭക്തനും ജിജ്ഞാസാഭരിതനുമായിരുന്നു. ഒരു വിമാനത്തിൽ കയറി അദ്ദേഹം ഭൂമിയെ വലം വെച്ചിട്ടുണ്ട്. ഒന്നല്ല 7 തവണ. ഒരിക്കൽ ചന്ദ്രനുമായി കൂട്ടിമുട്ടുകയും ചെയ്തു. ചന്ദ്രനും ഭൂമിയെ പ്രദക്ഷിണം വെക്കുന്ന ഗോളമാണെന്ന് പ്രിയവ്രതൻ കണ്ടുപിടിച്ചത് അങ്ങനെയാണത്രേ. ഇതിനു പുറമെ ആകാശത്തു നിന്ന് ഭൂമിയിലെ 7 സമുദ്രങ്ങളെയും 7 ദ്വീപുകളെയും കണ്ടുപിടിച്ചു. 7 ദ്വീപുകളെ തൻ്റെ 7 പുത്രന്മാർക്കായി സമ്മാനിച്ചു. ആകെ 10 പുത്രന്മാരായിരുന്നു പ്രിയവ്രതന്. പക്ഷേ 3 പേർ സന്യാസിമാരായി. പ്രിയവ്രതന് ഒരു പുത്രിയും ഉണ്ടായിരുന്നു. അവളെ വേട്ടത് ശുക്രാചാര്യരാണ്. അതിലുണ്ടായ മകളാണ് ദേവയാനി. ദേവയാനിയെ ചന്ദ്രവംശ ചക്രവർത്തിയായ യയാതി വിവാഹം കഴിച്ചു. പ്രിയവ്രതൻ അവസാന കാലത്ത് വാനപ്രസ്ഥം സ്വീകരിച്ച് തപസ് ചെയ്ത് മുക്തി നേടി. പ്രിയവ്രതന്റെ പുത്രനായ അഗ്നീദ്രന്റെ മകനായിരുന്നു നാഭി. നാഭിയുടെ മകനായിരുന്നു ഋഷഭൻ. ഋഷഭൻ ഇന്ദ്രന്റെ മകളായ ജയന്തിയെ വിവാഹം ചെയ്തു. വാസ്തവത്തിൽ ഇന്ദ്രനുമായി നടന്ന മൽപിടുത്തത്തിൽ ഋഷഭൻ ജയിച്ചതിനാൽ ഇന്ദ്രൻ ഋഷഭന് ജയന്തിയെ വിവാഹം ചെയ്തു കൊടുത്തതാണ്. ഋഷഭന്റെ മകനായിരുന്നു ഭരതൻ. ശകുന്തളയുടെ മകനായ ഭരതനും ദശരഥപുത്രനായ ഭരതനും ഈ ഭരതന് ശേഷം വന്നവരാണ്. ഋഷഭപുത്രനായ ഭരതൻ കൃതയുഗത്തിലാണ് ജീവിച്ചിരുന്നത്. ഭരതൻ പ്രജകളെ പുത്രനിർവിശേഷം സ്നേഹിച്ചിരുന്ന രാജാവായിരുന്നു. ഹിമാചലം തൊട്ട് തെക്ക് വരെ അദ്ദേഹം സാമ്രാജ്യം വിപുലീകരിച്ചു. ആര്യാവർത്തമെന്ന് അതുവരെ അറിയപ്പെട്ടിരുന്ന ഭൂവിഭാഗം ഭരതന്റെ ഭരണകാലത്തെ മഹിമയാലാണ് ഭാരതം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. 5 പുത്രന്മാരെയും വാഴിച്ച് അദ്ദേഹം അവസാന കാലത്ത് ഗണ്ഡകി എന്ന നദിയുടെ തീരത്ത് തപസ്സിന് പോയി. അങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു സിംഹഗർജനത്താൽ ധ്യാനത്തിന് വിഘ്നം ഭവിച്ചു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? പൂർണ്ണ ഗർഭിണിയായ ഒരു മാൻ നദിയിൽ നിന്ന് വെള്ളം കുടിക്കുകയായിരുന്നു. സിംഹത്തിന്റെ അലർച്ച കേട്ട് പേടിച്ച് നദി നീന്തിക്കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രസവം നടന്നു. നദി നീന്തിക്കടന്നുവെങ്കിലും തള്ള അവിടെ വീണ് മരിച്ചു. നദിയിൽപ്പെട്ട കുഞ്ഞു മാൻകുട്ടി പിടയ്ക്കുന്നത് കണ്ട് ഭരതമുനി അതിനെ രക്ഷിച്ച് ആശ്രമത്തിൽ വളർത്താൻ തുടങ്ങി. ക്രമേണ ഭരതമുനിയുടെ സർവസ്വവുമായി മാറി ആ മാൻകുഞ്ഞ്. ജീവിതം തന്നെ അതിനു വേണ്ടിയായി. ക്രമേണ ഹരിനാരായണൻ ഉപാസന പോലും മറന്നെന്ന മട്ടായി. കാലം ചെന്നപ്പോൾ ഭരതമുനിയുടെ വാർദ്ധക്യമായി. മരണകാലവും വന്നു ചേർന്നു. ഭരതമുനിയുടെ അവസാന നോട്ടവും ചിന്തയും മാൻപേടയിലായിരുന്നതിനാൽ ആ മുനി വീണ്ടും മാനായിട്ട് ജനിച്ചു. പക്ഷെ കഴിഞ്ഞ ജന്മസ്മരണയുണ്ടായിരുന്നു. അതുകൊണ്ട് മാനിന്റെ ജന്മം എടുത്തപ്പോഴും ഗണ്ഡകി നദീതീരം ലക്ഷ്യമാക്കി പോയി. കാലക്രമത്തിൽ അവിടെ തന്നെ മരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം ഭരതമുനി വീണ്ടും ജനിച്ചു. ആരായിട്ടാണെന്നോ? മഹർഷി അങ്കിരസിന്റെ വംശത്തിലുള്ള ഒരു ബ്രാഹ്മണ പുത്രനായിട്ട്. ജനിച്ചപ്പോഴോ ഒരു പ്രത്യേക വ്രതമനുഷ്ഠിക്കുന്ന സ്വഭാവക്കാരനായി മാറി. എന്താണ് വ്രതം? ആരോടും ഒന്നും സംസാരിക്കയില്ല. ഒന്നിലുമില്ല ഒരു കമ്പം. തികഞ്ഞ നിർവികാരൻ. അച്ഛൻ മകനെ ഗായത്രി മന്ത്രം ജപിക്കാൻ പഠിപ്പിക്കാൻ നോക്കി. നടന്നില്ല. ആൾക്കാർ വിചാരിച്ചു ഭരതൻ ചെകിടനും ഊമയുമാണെന്ന്. അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല. മാതാപിതാക്കളുടെ മരണശേഷം ഭരതന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ ദ്രോഹിച്ചു. അപ്പോഴുമില്ല ഭരതന് ഒരു ഭാവമാറ്റം. ആരും ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലുമില്ല പരാതി. രാപ്പകൽ അടിമയെ പോലെ പണിയെടുക്കും. ഒരിക്കൽ ഭരതനെ ഒരു കൊള്ളക്കാരന്റെ കിങ്കരന്മാർ പിടിച്ചുകൊണ്ടുപോയി. എന്തിനാണ് പിടിച്ചുകൊണ്ടുപോയത്? നരബലി നടത്താൻ. കൊള്ളക്കാരന് കുട്ടികളുണ്ടായിരുന്നില്ല. ഭദ്രകാളിക്ക് നരബലി നടത്തിയാൽ കുട്ടികൾ ഉണ്ടാവുമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞതനുസരിച്ചാണ് ഭരതനെ പിടിച്ചുകൊണ്ടുപോയത്. ചെകിടനും ഊമയുമല്ലേ, ഒന്നും നിലവിളിക്കുക പോലുമില്ല. പോരാത്തതിന് ചോദിക്കാനും പറയാനും ആരുമില്ലതാനും. ഭദ്രകാളിയുടെ പൂജകളെല്ലാം തീർന്നു. ഭരതനെ രക്തചന്ദനം അണിയിച്ചു. പൂമാലയും ചാർത്തി. നെറ്റിയിൽ ചുവന്ന കുറിയും തൊടുവിച്ച് ബലിക്കായി പീഠത്തിൽ നിർത്തി. അപ്പോഴുമില്ല ഭരതന് എന്തെങ്കിലും ഭാവഭേദം. വാദ്യങ്ങൾ ഉച്ചത്തിലായി. കൂടി നിന്നവർ അരിയും പൂവും എറിഞ്ഞു. ശംഖനാദം മുഴങ്ങി. പൂജാരി വെട്ടാനായി വാളുയർത്തി.
അത്ഭുതം. ആ സമയത്ത് സാക്ഷാൽ ശ്രീഭദ്രകാളി അലറിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. കൊള്ളക്കാരനെയും പൂജാരിയെയും കൊന്ന് മാറുപിളർന്ന് ചോര കുടിച്ചു. അപ്പോഴുമില്ല ഭരതനൊരു ഭാവഭേദം. സാവധാനം ബലിപീഠത്തിൽ നിന്നിറങ്ങി നടന്നുപോയി. പിന്നെയും കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ രഘുഗുണൻ എന്ന രാജാവ് കപിലാചാര്യനെ കാണാൻ പല്ലക്കിലേറി പോവുകയായിരുന്നു. പെട്ടെന്ന് പല്ലക്ക് ചുമന്നവരിൽ ഒരാൾക്ക് അസുഖം ബാധിച്ചു. പല്ലക്ക് ചുമക്കാൻ ഒരാൾ കൂടി വേണം. അങ്ങനെ ചുറ്റിനും തിരഞ്ഞപ്പോൾ ഭരതനെയാണ് കണ്ടുകിട്ടിയത്. പല്ലക്ക് ചുമക്കാൻ പറഞ്ഞപ്പോൾ ഒരക്ഷരം മിണ്ടാതെ വന്ന് ചുമക്കാൻ കൂടി. പല്ലക്കിലിരിക്കുകയായിരുന്ന രാജാവ് അക്ഷമനായി ഭരതനെ ചീത്ത പറഞ്ഞു. എന്തെല്ലാമാണ് പറഞ്ഞത്? കഴുതേ, ഇങ്ങനെയാണോ ചുമക്കുന്നത്? വേഗം നടക്കടാ. പറയുന്നത് കേട്ടില്ലെങ്കിലുണ്ടല്ലോ നിന്റെ പുറം തല്ലിപ്പൊളിക്കും. അപ്പോൾ ഭരതൻ പല്ലക്ക് താഴെ വെച്ച് ജീവിതത്തിൽ ആദ്യമായി സംസാരിച്ചു. എന്താണ് പറഞ്ഞത്? ഹേ രാജാവേ, വലിയവനായി വിചാരിക്കുന്ന അങ്ങും പാവപ്പെട്ട ഒരു മനുഷ്യനും വാസ്തവത്തിൽ തുല്യരാണ്. അതാദ്യം മനസ്സിലാക്കുക. രാജാവിനെ സൃഷ്ടിച്ച ദൈവം തന്നെയാണ് പാവപ്പെട്ട യാചകനെയും സൃഷ്ടിക്കുന്നത്. ദൈവത്തിന് രാജാവിൻ്റെ കൊട്ടാരത്തേക്കാൾ ഇഷ്ടം പാവപ്പെട്ടവൻ്റെ കുടിലാണെന്ന് വരാം. അങ്ങ് കപില മഹർഷിയുടെ ശിഷ്യനാണെന്ന് പറയുന്നുവല്ലോ. ആ മഹർഷിയിൽ നിന്നാണോ ഇത് പഠിച്ചത്? കപിലാചാര്യൻ്റെ അമ്മാവനായ പ്രിയവ്രതന്റെ വംശത്തിൽ ജനിച്ചവനാണ് ഞാൻ. ഈ ലോകവും ഈ 2 പദവിയും ശാശ്വതമാണെന്ന് അങ്ങ് കരുതുന്നു. അതുകൊണ്ടാണ് ഇவ்விധം എന്നോട് സംസാരിച്ചത്. ഒന്ന് ഓർത്തു നോക്കുക, മരണം എല്ലാവർക്കുമുണ്ട്. അതിനാൽ അഹങ്കാരം കളയുക. ഇനി ഇതിന് അങ്ങ് വിധിക്കുന്ന ശിക്ഷ എന്തു തന്നെയായാലും എന്നെ ബാധിക്കില്ല. കാരണം ഞാനെന്നത് ശരീരമല്ല, ആത്മാവാണ്. ഭരതന്റെ ഈ വാക്കുകൾ കേട്ട് രാജാവ് അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹത്തിന് ലജ്ജയും തോന്നി. പല്ലക്കിൽ നിന്ന് താഴെ ഇറങ്ങി തനിക്ക് വേണ്ട ഉപദേശങ്ങൾ തന്ന് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു. ഭരതന്റെ ഉപദേശങ്ങൾ കേട്ട് രാജാവ് സർവവും ത്യജിച്ച് തപസ്സനുഷ്ഠിച്ച് മോക്ഷം നേടി. ഭരതനോ തൻ്റെ കർമ്മങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് നിസ്സംഗനായി തൻ്റെ ജ്ഞാനമെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് വളരെ കാലം ജീവിച്ചു. ഒടുവിൽ ഇനി ജന്മമെടുക്കേണ്ടാത്ത വിധം മുക്തി നേടി വിഷ്ണുപാദം പ്രാപിച്ചു. ലളിത ഭാഗവത കഥകൾ തുടരും.